കോഴിക്കോട് സ്റ്റാർബക്സ് കോഫി ഷോപ്പിന് മുന്നിൽ ഫലസ്തീൻ അനുകൂല പോസ്റ്റർ ഒട്ടിച്ചതിന് വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. ഫറൂഖ് കോളേജ് വിദ്യാർത്ഥികളും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരുമായ 6 പേർക്കെതിരെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തത്. സ്റ്റാർബക്സിന്റെ പരാതിയിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനു വേണ്ടി കോഴിക്കോട് ബീച്ചിലെ സ്റ്റാർബക്സ് റെസ്റ്റോറൻറ്റിലെത്തിയ വിദ്യാർത്ഥികൾ റെസ്റ്റോറൻറ്റിനു സമീപം പോസ്റ്റർ ഒട്ടിച്ചു മടങ്ങി. പിന്നീടാണ് ടൗൺ പോലീസ് കേസെടുത്ത വിവരം അറിയുന്നത്. കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തത്. ഫലസ്തീനിൽ ഇപ്പം 2.5 മാസമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് എതിരെ നമ്മൾ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഫറൂഖ് യൂണിറ്റ് കോളേജ് നടത്തിയൊരു പരിപാടിയായിരുന്നു. സ്റ്റാർബക്സിന് മുന്നിൽ പോയിട്ട് കുട്ടികളിലേക്ക് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത്, ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊഡക്ട്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അവർ കേസ് കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ കലാപം സൃഷ്ടിച്ചു എന്ന പേരിലാണ് നമുക്ക് കേസ് ചുമത്തിയിട്ടുള്ളത്. ഫലസ്തീനൊപ്പമെന്ന് പറയുന്ന സർക്കാർ സമാധാനപരമായി സംഘടിപ്പിച്ച പ്രതിഷേധത്തിനെതിരെ കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ നിർദ്ദേശം നൽകുന്നതിന് പിന്നിലെ ഇരട്ടത്താപ്പ് പൊതുജനം മനസ്സിലാക്കണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വളരെ സമാധാനപരമായിട്ടാണ് വിദ്യാർത്ഥികൾ ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തത്. പക്ഷേ ആ കുട്ടികൾക്കെതിരെ ഇപ്പോൾ നിലവിൽ കലാപാഹ്വാനം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ള വകുപ്പുകളടക്കം ചുമത്തിയിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ കേരളത്തിലുള്ള പോലീസ് ഇത് ആരുടെ കൂടെയാണ് എന്നുള്ള നിലപാട് കൂടി വ്യക്തമാക്കേണ്ട സന്ദർഭം കൂടിയാണ് എന്നുള്ളതാണ് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിന് പറയാനുള്ളത്. കേസെടുത്ത നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണോ വിദ്യാർത്ഥികൾ? മീഡിയ 1 കോഴിക്കോട്.